ഇത് നമ്മുടെ ഉറുമ്പിക്കര ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ മുതുകോര മലയിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നതാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 മണിയായപ്പോഴത്തേക്കും എല്ലാവരും കൂടി നമ്മുടെ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള വഴി കൂടി ട്രക്കിങ്ങിനായിട്ട് പോകുന്ന വഴിയാണിത്. വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫോറസ്റ്റ് മുഴുവൻ കാണാൻ ഇവിടെ ഒരു മുള്ളുകമ്പി ഉണ്ട്. ഇവിടെ വരുന്നത് നോക്കണേ, മുള്ളുകമ്പി ഉണ്ട്. അതെ, ഇവിടെ ഒരു മുള്ളുകമ്പി ഉണ്ട്. പുറകോട്ട് പറഞ്ഞു പോണേ. ഒരു മുള്ളുകമ്പി ഉണ്ട്, നോക്കി പറഞ്ഞേ. കേട്ടല്ലേ? മുള്ളുകമ്പി ഉണ്ട്. പറയണ്ട, ഇനി ആരും പറയണ്ട. പെരുമ്പാറ തടിക്കച്ചവടം തന്നെ കേട്ടോ, ഇനി മനസ്സിലായി. ഈ അടിപൊളി ട്രിപ്പ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തന്നത് ജേർണി ക്രാഫ്റ്റ് ആണ്. അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവർ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ആരും അധികം പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പ് അറേഞ്ച് ചെയ്യാറുണ്ട്. ഞാൻ അവരുടെ കൂടുതൽ ഇതിനു മുമ്പും പോയിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പറ്റം അപരിചിതമായിട്ടുള്ള ഒരു ട്രിപ്പാണിതെന്ന്. എന്നാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഫാമിലി ട്രിപ്പാണോ എന്ന്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരും നല്ല കമ്പനിയായി, ട്രിപ്പ് മുഴുവൻ നല്ലൊരു വൈബുമായിരുന്നു. ഈ വീഡിയോയിലൊന്നും ഞാൻ BGM മ്യൂസിക്കോ ഒന്നും ചേർക്കാത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള കമൻസുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് വീണ്ടും ഒന്ന് ഓർത്തെടുക്കാനും റിയലായിട്ടുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും ചേർക്കാതെ എഡിറ്റ് ചെയ്യാതെ ലൈവായിട്ടുള്ള വീഡിയോ തന്നെ ഇടുന്നത്. ഒരുവിധം ആരോഗ്യമുള്ള ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് ഈ ഉറുമ്പിക്കരയും മുതുകോര മലയും. നല്ല ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യരുത് ഇത്. എനിക്ക് കയറാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഞാൻ പോയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഞാൻ ഇതുവരെയായിട്ട് ട്രക്കിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടീമിൻ്റെ കൂടുതലായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കയറി 2 ദിവസത്തെ ട്രക്കിങ്ങിനും വളരെ ഈസി ആയിട്ട് കയറിയിട്ട് വന്നു. നമ്മളെക്കാളും ഹൈറ്റിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകളും കോടയും പിന്നെ അട്ടയും ഒക്കെ അവിടുത്തെ ഹൈലൈറ്റ്സ് ആയിരുന്നു. ഇതേ ഒരു ഡസം കാണും കാലിൽ. ഇവിടെ ഒരു കുഴിയുണ്ട്, അവിടെ ഒരു കുഴിയുണ്ട്, അവിടെ ഒരു കുഴിയുണ്ട്. റൈറ്റ് സൈഡ് കുഴിയാണ്. അല്ല, അത് പാൻറ് ലിങ്ക് ഉണ്ട്. കേട്ടിക്കോ ഇതിനകത്തോട്ടോ. പാൻറ് കാണിട്ട് ഷൂസിലിരിക്കണം. എവിടെ തട്ടിയെടുത്തിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കാലിലും വലിയ സാധനം ഇരിപ്പുണ്ട്. കുറച്ച് ചോരയില്ലേ മനുഷ്യ, കുടിച്ചിട്ട് പോട്ടത്. കല്ല് 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 താഴെ നോക്കി നടക്കേ. കല്ലുണ്ട്. ചേട്ടൻ എന്തായാലും കടി കിട്ടും, കൺഫേം ആണ്. നല്ല ഗ്യാപ്പ് ഉണ്ട്. കല്ല് കല്ല് ഇതാണോ അഡ്വഞ്ചർ? ഫോട്ടോ അവിടെ പിടി.
മുതുകോര കീഴടക്കും. പെട്ടെന്നാ 3 മണിക്കൂർ ചാർജ് ചെയ്ത് വെച്ചേക്കും അത്. ഒന്ന് നോക്കി ഓക്കെ. നല്ല പാട്ട് ആടി ആ സ്റ്റെപ്പ് ഇട്ട് എഴുതുന്നുണ്ട്. ഇങ്ങോട്ട് മാറി ഈ പാടാണ് ഇഷ്ടം. അങ്ങോട്ട് പോകല്ലേ? അങ്ങോട്ട് തിരിച്ചോണ്ടാണ് അവന്റെ കത്തിയത്. ഒന്നുമില്ല. റോഡ് പോകുന്നുണ്ട്. പുറകോട്ട് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ പെട്ടെന്ന് എടുക്കാം. ചേർന്നിക്കോ. അങ്ങോട്ട് തിരിഞ്ഞേക്ക് എല്ലാവരും. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. കാറ്റ് പോകുന്നത് കാറ്റ് ആത്മവിശ്വാസം കൂടിപ്പോയോ? ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ മേലെ പോകുമ്പോ എന്തായിരിക്കും? പറയുന്നുണ്ട്. പോകുന്നത് ഗൈസ്. Come on. കമ്പ് മാറ്റിയാണ്. ഇതൊരു സാമ്പിൾ ട്രക്കാണെന്നാണ് പറഞ്ഞത്. അതായത് നാളെ പോകുന്നത് ഉറുമ്പിക്കരയാണ് മെയിൻ ട്രക്കെന്നും ഇതൊരു സാമ്പിൾ ട്രക്കാണെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് തന്നെ നല്ലൊരു വർത്തായിരുന്നു നമ്മളെ സംബന്ധിച്ചോളം. പുതിയ വഴി ഉണ്ടാക്കണം. യെസ്. മലയുടെ അപ്പുറത്തോളം നല്ലൊരു വഴി ഉണ്ടാവും.
കണ്ണാടി വെച്ചില്ല. പൊന്നയ്യപ്പാ. ഒരു കടി കടിക്കാം. അത്യാവശ്യം വേണ്ടി എല്ലാവരുടെ മൊബൈലിൽ ചാർജ് ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഇനിയുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ വിഷയം എന്താണെന്നറിയോ, തിരിച്ചിറങ്ങാന്ന് കൂട്ടാ. ഒരു വലിയ മരം കണ്ടോ, ഇങ്ങനെ പൂര കൂട്ടി വെച്ചേക്കുന്നത്. അത് നമ്മളുടെ മെയിൻ ബിൽഡിങ്ങിന്റെ അതിരിൽ നിൽക്കുന്ന മരമാണ്. നമ്മുടെ കുഞ്ഞിനാട്ടിൽ പോയിട്ടുണ്ടോ? ദൈവമേ, അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ളത്. നിസ്സാരം നിസ്സാരം നിസ്സാരം. ഗുരുജി, how is the trekking? അടിപൊളിയായിട്ട് ട്രെക്കിങ്. സോ സബ്സ്ക്രൈബ് രാഹുസ്. യെസ്, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ മറ്റേ ചട്ട നമ്മൾ അങ്ങനെ അവസാനം മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും മലകൾ താണ്ടാനുള്ള ആരോഗ്യവും സൗഖ്യവും നമുക്ക് എല്ലാവർക്കും, മല ഇറങ്ങാനുമുള്ള ഒന്നുമില്ല. അവിടെ ഇപ്പൊ സൂപ്പർ. അവിടെ നോക്കാം. അങ്ങനെ ഒരു 5 മണിയോടുകൂടി നമ്മൾ മുതുകോരമലയുടെ ഏറ്റവും ടോപ്പിലെത്തി. ഒരു എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമായിരുന്നു അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. നമ്മുടെ കൂട്ടത്തിൽ വന്ന എല്ലാവരും തന്നെ ഏറ്റവും ടോപ്പിലെത്തുകയും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയും ചില്ല് ചെയ്യുകയും ചെയ്തായിരുന്നു. ഒരിക്കൽ കൂടി ഈ ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ജേർണി ക്രാഫ്റ്റിന് നന്ദി പറയുന്നു. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. നിങ്ങളും ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുവിധം ആരോഗ്യമുള്ള ഒരാളിന് സിമ്പിളായിട്ട് എത്തിപ്പെടാവുന്നൊരു സ്ഥലമാണിത്.
നാളെയാണ് നമ്മുടെ മെയിൻ ട്രക്ക് വരുന്നത്. പക്ഷേ ഇത് തന്നെ നമുക്ക് ഒരു വർത്തായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ടതിനും ഇതിനുമെല്ലാം നമുക്ക് വളരെ വർത്തിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്, ഈ മുതുകുമല മല തന്നെ. വൈകുന്നേരത്തെ ക്യാമ്പ് ഫയർ പാർട്ട് 3 കാണാം നമുക്ക്.